റംബൂട്ടാൻ അച്ചാറിന് ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകി അതിൻ്റെ നീരെല്ലാം ഇറങ്ങി അടിപൊളിയായിട്ട് പാകമായിട്ട് വന്നിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. അമ്മോനസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് റംബൂട്ടാനൊക്കെ പിടിച്ച് നിൽക്കുക. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണല്ലേ, ഇത് വെച്ച് കുറച്ച് അച്ചാറുണ്ടാക്കാം. കണ്ടു നോക്കിയാലോ, കാണാം. റംബൂട്ടാൻ അച്ചാറിടാം. അതിനായി അധികം പഴുക്കാത്ത റംബൂട്ടാൻ ഇവിടെ എടുത്തു വെച്ചു. ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് പൊളിച്ചെടുക്കാം. ഇതുപോലെ തൊണ്ട് പൊട്ടിച്ചെടുക്കാം. ഇത് അധികം പഴുക്കാത്തതായതുകൊണ്ട് അതിൻ്റെ തൊണ്ടിന് കട്ടിയുണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് പഴുത്താണ് ഞെക്കി അവിടെ നീങ്ങി പോരും. അപ്പോൾ ഇതുപോലെ എല്ലാം പൊളിച്ചെടുക്കാം. റംബൂട്ടാൻ തൊണ്ടൊക്കെ പൊട്ടിച്ചെടുത്തു. ഇതിൻ്റെ അകത്തെ കുരുവും കൂടെ കളഞ്ഞെടുക്കണം. റംബൂട്ടാൻ പൊട്ടിച്ചതിൻ്റെ നഖം കണ്ടോ, നല്ല കറുത്തിരിക്കുന്നു. നെല്ലിക്ക പൊട്ടിച്ച പോലെ ഉണ്ട്. അയൺ കണ്ടോ, കറുത്ത് ഇതിൻ്റെ കറയ. അപ്പം ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കാം. റംബൂട്ടാൻ്റെ അകത്തെ കുരുവൊക്കെ നീക്കം ചെയ്ത് 4 കീറി അതിൻ്റെ ഫ്ലഷ് എടുത്ത് വെച്ചു. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിക്കാം. ഒരു ടീസ്പൂൺ ഉലുവ ഇടാം. ആവശ്യത്തിനുള്ള ഉലുവ ഇട്ടു. കുറച്ച് കടുകിടാം. മൂന്ന് പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. നല്ലെണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നന്നായിട്ട് മൂത്തു. ഇതിന് വെളുത്തുള്ളി ചേർക്കണ്ട. തീ ഓഫാക്കി ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് മുളക് പൊടി, ഇളക്കാം. കായപ്പൊടി, ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. ഉലുവ ഞാൻ കടുക് പൊട്ടിക്കാൻ ഇട്ടുകൊണ്ട് ഉലുവാപ്പൊടി ചേർക്കുന്നില്ല. കായപ്പൊടി ചേർക്കാം. കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് യോജിപ്പിക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന റംബൂട്ടാൻ ഫ്ലഷ് അതങ്ങോട്ടിടാം. ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് വെള്ളമോ വിനാഗിരിയോ ഒന്നും ചേർക്കണ്ട. ഇതിൻ്റെ നീര് തന്നെ ഇറങ്ങി അതിലൊരു കുറിയ പരുവാവും. ശകലം നേരം ഒന്ന് മൂടി വെക്കാം.
ചെറുതീയിൽ 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഈ റംബൂട്ടാനിലെ നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല കുറുകിയ പരുവാകും. തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റായ റംബൂട്ടാൻ അച്ചാറൂടെ ഞാൻ സെർവ് ചെയ്തു. തണുത്ത അടിപൊളിയായിട്ടുണ്ട്. നല്ല കുറുകിയൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് ലൂസായി കണ്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം, ഉഗ്രൻ. ചെറിയ പുളിയേ ഉള്ളൂ. കുറച്ചുകൂടെ പുളി വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിച്ചാൽ ഇച്ചിരി പുളി കിട്ടും, പുളി വേണ്ടവർക്ക്. ഇതാവശ്യത്തിന് പുളിയുണ്ട്, ചെറിയ മധുരമുണ്ട്. കഴിച്ചു നോക്കാം. കൊള്ളാം, ഉഗ്രൻ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യൂ. കണ്ടോ, നല്ല കുറുകിയായിരിക്കുന്നത്. ഇപ്പം റംബൂട്ടാൻ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കി, പായസം വെച്ചു, പച്ചടി ഉണ്ടാക്കി, ഇപ്പം അച്ചാറുണ്ടാക്കി. കഴിഞ്ഞ സീസണിൽ ഞാനിതെല്ലാം തയ്യാറാക്കി. കണ്ടിട്ടില്ലാത്തൊരിത് കണ്ടു നോക്കണേ. ഈ സീസണിൽ അച്ചാറുണ്ടാക്കി വലിയൊരു ബൗളിൽ അടച്ച് സൂക്ഷിക്കാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.